ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കേരളത്തിൽ സർവ്വസാധാരണമായി കഴിഞ്ഞു. ഇത് എൻ്റെ വീട്ടിൽ ടെറസിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് വെറൈറ്റി. അപ്പോൾ ഇത് കുറച്ച് കൊല്ലമായി, ഒരു 4-5 കൊല്ലം ഒക്കെ ആയി കാണണം ഈ പ്ലാന്റ്. അപ്പോൾ ഇതുമ്മ ആദ്യം കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മാസം 2 പൂ ഇട്ടു, അത് കൊഴിഞ്ഞു പോയി. പിന്നെ അതിന് ശേഷം ഉണ്ടായ ഒരു 3 പൂക്കളാണ് ഇപ്പോൾ ഈ ഫ്രൂട്ടായിട്ട് നിൽക്കുന്നത്. ഇതിന്നിപ്പോൾ ഫ്ലവർ ചെയ്തിട്ട് 28 ദിവസമാണ് പറയുന്നത് ഹാർവസ്റ്റിന്. അപ്പോൾ ഇന്ന് 28 ദിവസമായി. കഴിഞ്ഞ ഒരു 2-3 ദിവസം കൊണ്ടാണ് ഇത് കളർ മാറി ഈ ഒരു കളറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇത് തന്നെ ഹാർവസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ബാക്ക് ടു ജോസ് ദ ഇന്ത്യൻ ഫാമർ. ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളതാണ്. ഇതുമ്മ ഈ വർഷം ഉണ്ടായതാണ് ഈ ഫ്രൂട്ടുകൾ. ഇത് ഇന്നൊക്കെ 28 ദിവസമായി. നല്ല മുള്ളുള്ള ഒരു ഫ്രൂട്ടാണ് അവൻ. ഇതൊക്കെ ഇതിൻ്റെ വേരുകളുണ്ട്, അതുപോലെ ഇന്നൊക്കെ മുള്ളാണ്. കയ്യ് സൂക്ഷിച്ച് വേണം നിന്ന് പെരുമാറാനായിട്ട്. ചെറിയ പുതിയ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു പ്ലാന്റാണിത്. ഇത് 28 ദിവസമായാൽ ഹാർവെസ്റ്റ് ചെയ്യാന്നാണ് പറയണത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുറിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് വന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിലുള്ളതിൽ വലിയ ഫ്രൂട്ട്. ഇതിനോട് വയ്ക്കും. മുള്ളു കഴിയുമ്പോൾ കൊണ്ടാൽ നല്ല വേദന എടുക്കും. ചെറിയ മുള്ളുകളാണ്, പക്ഷെ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. അതിൻ്റെ ഫ്ലഷ് കുറച്ചവിടെ നിന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലെ ഭാഗമാണ് തിന്നുക, ഈ ഭാഗം നമ്മൾ കഴിക്കലില്ല. നമുക്ക് ഇതും കൂടി മുറിക്കാം. അത്യാവശ്യം ഹാർഡാണ്. ഇത് നേരെ ഈ സ്റ്റെമ്മിലേക്ക് അറ്റാച്ച്ഡ് ആണ്. മറ്റു ഫ്രൂട്ടുകളുടെ പോലെ അധികം ഞെട്ടൊന്നുമില്ല. ഇത് 3 ഫ്രൂട്ട് കിട്ടി. ഇതിനെ കട്ട് ചെയ്യണം. ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് കൊണ്ടുവന്നു. ഇത് ഇനി ഒന്ന് മുറിച്ച് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഉള്ളില് ഫ്ലഷ് എങ്ങനെയുണ്ട്. ഇത് സോഫ്റ്റാണ്. വാ, ഒരു ഉറുമ്പ് ഇന്നുണ്ടായിരുന്നു. അവനോടി രക്ഷപ്പെടാണ്. അവന് മനസ്സിലായി ഇനി ഇതുമ്മ നിന്നിട്ട് കാര്യമില്ലെന്ന്. ഇതാണ് എൻ്റെ ഉൾവശം. കാണാൻ നല്ല ഭംഗിയുണ്ട്, മധുരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അതും ഒന്ന് നോക്കാം. ഇതുണ്ട, നല്ല പർപ്പിൾ വയലറ്റ് കളറിലുള്ള ഒരു ജ്യൂസാണ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കഴിച്ചു. ഇപ്പോൾ പലരും പറയുന്ന പോലെ ഡ്രാഗൺ ഫ്രൂട്ട് അത്ര ടേസ്റ്റി അല്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അതിൽ വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു പർപ്പിൾ റെഡ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു വെറൈറ്റി. ഇതിൽ യെല്ലോ ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ മധുരം ഉണ്ടാവില്ല. ഇതെന്തായാലും മധുരമുണ്ട്. ഇത് മധുരമുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. കുറച്ച് വർഷങ്ങളായി എൻ്റെ വീട്ടിൽ നിൽക്കണു. എൻ്റെ ഓർമ്മയിൽ ഇത് ഞാൻ ആദ്യം മണ്ണിൽ നടുണ്ടായിരുന്നതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഇത് ടെറസിൽ ഒരു വലിയൊരു പോട്ടിൽ വെക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് വർഷം അതങ്ങനെ നിന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല വലിയൊരു പ്ലാന്റായി. ഒരിക്കലും അതിന് ഫ്രൂട്ടും ഫ്ലവറാണല്ലോ ആദ്യം, ഫ്ലവറും ഫ്രൂട്ടൊന്നും കണ്ടിരുന്നില്ല. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഒരു 2 ഫ്ലവർ ഉണ്ടായി. അപ്പോൾ ആദ്യമൊക്കെ ഇതിൻ്റെ എന്താ പറയുക, പുതിയ സ്റ്റെമ്മുകൾ, പുതിയ ഷൂട്ടുകൾ ഉണ്ടാകുമ്പോൾ ഞാനത് ഫ്ലവറാണെന്നാണ് വിചാരിച്ചത്. പിന്നെ വേറെ ഇപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ അത് കണ്ടവർ പറഞ്ഞു അത് പുതിയ ബ്രാഞ്ചസ് വരുന്നതാണ്, ഫ്ലവറിങ് അല്ല അതെന്നുള്ളത്. പിന്നെ അതിനുശേഷം ഞാനും യൂട്യൂബിൽ ഇതിലൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫ്ലവേഴ്സ് എനിക്ക് മനസ്സിലായി എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അത്
പിന്നെ 2 ഫ്ലവർ ഉണ്ടായി, പക്ഷെ അത് കൊഴിഞ്ഞു പോയി. ഞാനിപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ പലതരം വളപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ജൈവവളങ്ങളാണ് അധികവും. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലുണ്ടാവുന്ന പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബനാന പീൽ സൊല്യൂഷൻ എന്ന് പറയാം. പിന്നെ അതുപോലെ ഇടയ്ക്ക് ചിലപ്പോൾ സബോള അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങനത്തെ ഇതുകളൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് അതും കൊണ്ടൊഴിക്കാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം NPK എന്തോ ഒരു പ്രാവശ്യം കൊടുക്കുന്നു തോന്നുന്നു, NPK വളം. അത് കുറച്ച് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു. NPK ഇട്ടാലാണ് ഇത് ഉണ്ടാവുക എന്നുള്ള ഒരു അഡ്വൈസ് എനിക്ക് ഭാഗത്ത് നിന്ന് കിട്ടി. അപ്പോൾ അത് ചെയ്ത് നോക്കി. പിന്നെ അതിന് ശേഷം ചാണകപ്പൊടി, പിന്നെ അതുപോലെ എല്ലുപൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഫൈനലി 2 ഫ്ലവർ ഉണ്ടായി. ആ ഫ്ലവേഴ്സ് വാടിപ്പോയി. പിന്നീട് 3 ഫ്ലവർ ഉണ്ടായത് ശരിക്ക് ഫ്ലവർ ചെയ്തു വന്നു. ആദ്യം ബഡ് വന്ന് പിന്നെ ഫ്ലവറായി. ഫ്ലവറുകൾ ഇതിൻ്റെ കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞയും വൈറ്റും കൂടിയിട്ടുള്ള ഫ്ലവേഴ്സാണ്. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുണ്ടായിരുന്നു അത്. പക്ഷെ അത് അധികം നേരം അങ്ങനെ നിന്നില്ല. ഒരു ദിവസം രാവിലെ വിടർന്ന് അന്ന് ഏകദേശം ഞാൻ ഫോട്ടോ എടുത്തു, ഒരു 12 മണി ആവണേലും മുന്നേ അത് വാടി തുടങ്ങി. അങ്ങനെ അത് വാടി. പിന്നെ അതിനുശേഷം അതിൽ നിന്നാണ് ഫ്രൂട്ട്, അതിൻ്റെ ബേസിൽ നിന്ന് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്ത് വന്നു. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് എല്ലാവരും ഞാൻ നെറ്റിൽ നോക്കുമ്പോൾ 28 ദിവസം ആണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് പറഞ്ഞ പോലെ തന്നെ ഇത് 28 ദിവസം എന്നുള്ള എനിക്ക് തോന്നുന്നു ഒരു 22 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ നിറമാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് വന്നു. ഈ പുറത്തെ തൊലി, ഈ കാണുന്ന തൊലി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നു. പിന്നെ അതിന് ശേഷം ആ ബ്രൗൺ കുറേശ്ശെ റെഡിഷ് ആയിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരു നല്ല ഡീപ്പ് ഒരു റെഡ് കളറിലേക്ക് വന്നു. കറക്റ്റ് ഇന്ന് 28 ദിവസമാണ്. കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഇത് ഫ്ലവർ ചെയ്തത്. കറക്റ്റ് 28 ദിവസമായി ഇന്നിപ്പോൾ ഇത് പൊട്ടിച്ചു. ഞാനിപ്പോൾ ഇത് കഴിച്ചു നോക്കി. ഇപ്പോൾ വീട്ടിലിപ്പോൾ എൻ്റെ വൈഫുണ്ട്, എൻ്റെ ഫാദറുണ്ട്, ഇവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണത്. നല്ല മധുരമുണ്ട് ഇത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിന് മുന്നേ വൈഫിൻ്റെ വീട്ടിലെ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഒരു ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട്. അതിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടമായില്ല, മധുരം ഉണ്ടായിരുന്നില്ല തീരെ. അപ്പോൾ പലരും പറയുന്നുണ്ട് ഒരു കാര്യമില്ലാത്ത ഫ്രൂട്ടാണ്, പക്ഷെ അങ്ങനെയല്ല. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ വെറൈറ്റി ഇത് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ. ഇനി ഓരോരുത്തരുടെയും വീട്ടിലിപ്പോൾ നിങ്ങൾക്കറിയാലോ, ചില ഫ്രൂട്ടുകൾ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഉണ്ടാവുന്നതിന് ഒരേപോലെ ടേസ്റ്റും മധുരവും ഒക്കെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ എനിവേ ഈ ഫ്രൂട്ട് എന്തായാലും ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. നല്ല മധുരമുണ്ട്. പിന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് പൾപ്പ് ഒന്ന് മിക്സി ഇതിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ചിലർ പറഞ്ഞ മധുരം ചേർത്താണ് ഞങ്ങൾ കഴിക്കാറ്. മധുരം ഇല്ല ഡ്രാഗൺ ഫ്രൂട്ടിന് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതിന് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ആസ് സച്ച് ദിസ് ഈസ് സ്വീറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.